നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിവാഹ നിശ്ചയത്തിന് പോവാൻ CI സച്ചിദാനന്ദൻ ഒരുങ്ങുവാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്കും സച്ചിയുടെ അച്ഛൻ വന്നു. അച്ഛൻ വന്നിട്ട് പറഞ്ഞു, എടാ ഇങ്ങനെ പിശുക്കത്തരം കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇന്നെങ്കിലും നിനക്ക് ആരെങ്കിലും ഒന്ന് ഒരുക്കാൻ വിളിച്ചുകൂടായിരുന്നോ? അപ്പോഴേക്കും CI പറഞ്ഞു, "ഉം, എന്റെ അച്ഛാ, ഇന്നത്തെ ദിവസം അതിന് വിളിക്കണമെന്ന് എന്നാ നിർബന്ധം ഇരിക്കുന്നേ. ഇനി ആരെങ്കിലും വന്ന് കൂടുതൽ എന്നെ ഒരുക്കി കുളമാക്കാതിരുന്നാ മതി, എന്റെ മുഖം വികൃതമാക്കാതിരുന്നാ മതി. ഇപ്പൊ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല ഗ്ലാമറൊക്കെ ഉണ്ട്. അപ്പൊ സച്ചിനോട് ഒരുത്തനുണ്ടായിരുന്നു സച്ചിനെ മുടിയൊക്കെ ചീവി കൊടുത്തോണ്ട്. അപ്പോഴേക്കും സച്ചിയുടെ അച്ഛൻ പറഞ്ഞു, എടാ കല്യാണത്തിന് ശേഷം നിന്റെ സ്വഭാവം വികൃതമാകാതിരുന്നാ മതി എന്ന് പറയണ. സച്ചി ശരിക്കും നാണം കിട്ടും. അപ്പോഴേക്കും സച്ചി കൂടെയുള്ള ആളുടെ പറഞ്ഞു, നിങ്ങൾ പോയിക്കോളാൻ പറയണ. അങ്ങനെ അയാൾ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു, അച്ഛൻ അറിയാവോ അത് ആരാന്ന്? അതെ, കോൺസ്റ്റബിൾ ആന്ന് പറയണം സ്റ്റേഷനിലെ. എടാ അതിനിപ്പോ എന്താ? പിന്നെ എന്താന്നോ, അയാളുടെ മുന്നിൽ വെച്ച് അച്ഛൻ എനിങ്ങനെ ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വല്ല വിലയും കാണുമോ? ഓ അങ്ങനെയാണോ? അല്ലെങ്കിലും നിന്റെ വിലയൊക്കെ മിക്കവാറും പോകുന്ന ലക്ഷണം കാണുന്നുണ്ട്. അതാച്ച അങ്ങനെ പറഞ്ഞേ? അല്ല, ഞാൻ പറയേതേ, കല്യാണത്തിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ എന്റെ അച്ഛ, എനിക്കിപ്പോ അത്ര വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നന്ദുവിന്റെ പിന്നാലെ ഒരുത്തൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അവനാണ് ഏറ്റവും വലിയ പ്രശ്നം. അവൻ കാരണം ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവാതിരുന്നാ മതി. അതാ ഞാൻ പറഞ്ഞത്. കല്യാണത്തിന് ശേഷം നല്ല രീതി ജീവിക്കുവാണെങ്കിൽ നിനക്ക് കുഴപ്പമില്ല. പിന്നെ ആ പെണ്ണത്ര കേട്ടിടത്തോളം പാവമൊന്നും അല്ലെന്ന് എനിക്ക് തോന്നേ. അവളാള് വിളഞ്ഞ വിത്ത. അങ്ങനെയാണെങ്കിൽ മിക്കവാറും നിന്നെ അവള് വരച്ച വരെ നിർത്തും. ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, പെണ്ണിന്റെ കൈ കൊണ്ട് മരിക്കാതിരിക്കുന്നതാ നല്ലത്. നിന്റെ സ്വഭാവം വെച്ച് പറയുന്ന, നിന്റെ സ്വഭാവം അത്ര നല്ലതാണല്ലോ, അതെനിക്ക് നന്നായിട്ടറിയാം. ദേച്ചാ, ആൾക്കാരുടെ മുന്നിൽ അച്ഛൻ എന്നെ ഇങ്ങനെ താഴ്ത്തി കിട്ടാൻ ശ്രമിക്കരുത്. അച്ഛനാണ് എന്റെ ഏറ്റവും വലിയ ശത്രു. എടാ ഞാൻ പറയുന്നതിനാണോ കുഴപ്പം? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ സ്വന്തമായിട്ട് ചിന്തിച്ചു നോക്കിയേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയുടെ അച്ഛൻ അങ്ങോട്ട് പോയപ്പോഴത്തേനും സച്ചിക്ക് സഹിച്ചില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അച്ഛൻ കല്യാണ സമയത്ത് ആരുടെയും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ തനിക്കായിരിക്കും നാണക്കേട് എന്നൊരു ചിന്തയൊക്കെ സച്ചിയുടെ മനസ്സിലുണ്ട്. അതേസമയം വിവാഹ നിശ്ചയത്തിന് പോകാനായിട്ട് ദേവേനയും ജയനും കൂടെ ഒരുങ്ങി അങ്ങോട്ടേക്ക് വരുക. ആ സമയം ജലജ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ജലജയോട് ചോദിച്ചു, അല്ല ആ അസുരം വരുന്നില്ലേന്ന് ചോദിക്കണം. ആര്? ആദർശാണോ? ആദർശല്ല, നിന്റെ മോൻ അബി എന്ന് ജയൻ പറയണോ. ഓ അബിയോ? അവൻ വരുന്നൊന്നുമില്ല, അവന് കുറെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. തിരക്കുകളോ? എന്ത് തിരക്കുകൾ? അവനെന്താ തിരക്കുകൾ ഇരിക്കുന്നത്? അവനതിന് ഭാരിച്ച ജോലികളൊന്നും ആദർശ് ഏൽപ്പിച്ചിട്ടില്ലോ എന്ന് ദേവേനി പറഞ്ഞു. ആ അവനിപ്പോ വേറെ ജോലി നോക്കുന്നുണ്ട്, വേറെ ഏതെങ്കിലും കമ്പനിയിലൊക്കെ. ജയൻ പറഞ്ഞു, ഏത് കമ്പനി ജോലി നോക്കിയിട്ടും കാര്യമില്ല. എവിടെ നോക്കിയാലും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ട് മാത്രമേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. അപ്പോഴേക്കും അജയൻ അങ്ങോട്ടേക്ക് വന്നു. അജയൻ വന്നപ്പോ ചോദിച്ചു, അല്ല എന്തി ജാനകി വരുന്നില്ലേ? അവളോട് ഞാൻ കുറെ പറഞ്ഞാ വരാനായിട്ട്, പക്ഷെ എങ്കില് അവള് വരാൻ കൂട്ടാക്കുന്നില്ല. ഓ നന്ദു കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നും പറഞ്ഞോണ്ടാ അവള് വരാത്തെ. ഇനിയിപ്പൊ അവളോട് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ പിന്നെ കൂടുതൽ നിർബന്ധിക്കാൻ പോയില്ല. ജലജ പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യല്ലേ? അങ്ങനെയല്ലേ കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ആ അനാമിക കോടതി വരെ കാര്യങ്ങളൊക്കെ കൊണ്ട് എത്തിച്ചില്ലേ എന്നൊക്കെ ജലജ പറഞ്ഞു. ജയൻ പറഞ്ഞു, അതുകൊണ്ട് എന്തായി? ഒടുവില് കോടതി എന്നൊക്കെ പുഷ്പം പോലെ അച്ഛനെ ഞങ്ങൾ എല്ലാവരും ഊരി പോന്നില്ലേ? പക്ഷെ അച്ഛന്റെ പഴയ സ്വഭാവം വെച്ചിട്ടായിരുന്നെങ്കിൽ അച്ഛനെ ഇപ്പൊ വെറുതെ വിടില്ലായിരുന്നു ഒന്നിനെ. അച്ഛനിച്ചി അസുഖങ്ങളൊക്കെ ആയിപ്പോയി. അല്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഇവിടെ ജീവിക്കാൻ പോലും സമ്മതിക്കില്ലായിരുന്നു. എന്നാലും ഇനിയിപ്പൊ അവർക്ക് ഇവിടെ ജീവിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അനാമികയ്ക്കും വീട്ടുകാർക്കും. ആ സമയത്താണ് ആദർശ് റെഡിയായി വന്നേ. അച്ഛാ നമുക്ക് ഇറങ്ങിയാലോ? ഇപ്പൊ തന്നെ സമയം കുറച്ച് ലേറ്റായി. ഞാൻ ഇന്നലെ പോകേണ്ടതായിരുന്നു, ഇന്നലെ പോകാൻ പറ്റിയില്ല. ദേവേന് പറഞ്ഞടാ, നിന്നോട് ഇന്നലെ പോയിക്കോളാൻ പറഞ്ഞല്ലേ, നീ പോവാതിരുന്നല്ലേ. അത് സാരില്ലമ്മേ, നമുക്ക് ഇപ്പോഴെങ്കിലും ഇച്ചിരി നേരത്തെ ഇറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ടേക്ക് ഇറങ്ങുവാണ്. അപ്പോഴേക്കും ജലജയുടെ മനസ്സിൽ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഓ ഇനി എന്താണെങ്കിലും തനിക്കൊരു കൂട്ടായി. കാരണം ഇനി വരാൻ പോകുന്ന CI ആണ്. കാരണം CI തന്റെ മോനുമായിട്ട് അടുപ്പുക. അങ്ങനെയാണെങ്കിൽ തങ്ങളുടെ കൂടെ ചേർന്ന് പ്ലാനുകളൊക്കെ മെനയായിട്ട് ഒരാളും കൂടെ ആയല്ലോ എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു ജലജയുടെ മനസ്സിൽ. അതേസമയം നന്ദുവിന്റെ അടുത്ത് നവ്യ നയനയുണ്ട്. നവ്യ നന്ദുവിന്റെ മുടിയൊക്കെ ചീവ് കൊടുക്കണം. എന്റെ നന്ദു, നിന്നോട് എന്നേ പറഞ്ഞ ഈ മുടി ഒന്ന് നീട്ടി വളർത്താന്. അങ്ങനെ നീട്ടി വളർത്തുവാണ് ഇപ്പൊ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരുന്നു. ഇരുവക്കോൾ നിന്നെ കാണാനായിട്ട് സുന്ദരിയായനം. നന്ദു പറഞ്ഞു, ഇതൊക്കെ മതി എനിക്ക്. നയന പറഞ്ഞു, ബെസ്റ്റ്. അവളല്ലായിരിക്കണം മുടി നീട്ടി വളർത്തുന്ന ആള്. അല്ല, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നിന്റെ മുഖത്തൊരു സന്തോഷം കാണുന്നില്ലോ. നീ എന്താ ഒന്ന് ചിരിക്കുക പോലും ചെയ്യാത്തെ? എനിക്ക് സന്തോഷമൊന്നും അത്ര തോന്നില്ല. നിനക്കറിയാലോ എനിക്ക് ഈ വിവാഹത്തോട് അത്ര താല്പര്യമില്ലെന്ന്. നയന പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നന്ദു.
താല്പര്യമില്ലെന്ന് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊക്കെ ഇപ്പൊ തന്നെയും കൂടെ എത്താറായി. നീ പെട്ടെന്ന് റെഡിയാവാൻ നോക്ക്. നബി പറഞ്ഞു, എന്തൊക്കെയാ പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും ഈ വിവാഹം നടക്കുക തന്നെ ചെയ്യും. പിന്നെ നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. നന്ദു പറഞ്ഞു, എനിക്കറിയാം. നിങ്ങളൊരു കാര്യം ചെയ്യുക, ആ സാരിയൊക്കെ ഇങ്ങോട്ട് തന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കോ, ഞാൻ ബാക്കി റെഡി ആയിക്കോളാം എന്ന് പറയണ. അതെന്താ? ഞാൻ റെഡി ആയിക്കോളാം, നിങ്ങളൊന്ന് ഇറങ്ങിയാൽ മതി എന്ന് പറയണ. അങ്ങനെ അവരെല്ലാം മുറിയിൽ നിന്ന് പുറത്താക്കി നന്ദു കഥ അടയ്ക്കുക. നന്ദുവിന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. ആ സമയം അനി ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു. എന്താടാ മോനെ, നീ ഇന്ന് അവരുടെ കൂടെ പോയില്ലേ? ആ, എന്താ വിവാഹ നിശ്ചയത്തിന് പോകത്തെന്ന് ചോദിച്ചു. അപ്പൊ അനി പറഞ്ഞു, എനിക്ക് പോകാൻ തോന്നിയില്ല മുത്തശ്ശ, അതുകൊണ്ട് പോയില്ല. എനിക്കിപ്പോ നിനക്ക് കമ്പനി പോയി കൂടായിരുന്നോ? അത് പിന്നെ മുത്തശ്ശ. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ വിഷമം എന്താന്ന്. നിന്റെ വിഷമം ഞങ്ങളെങ്കിലും മനസ്സിലാക്കണല്ലോ. മുത്തശ്ശൻ പറഞ്ഞു, സാരമില്ലട മോനെ, ഇനിയിപ്പം ഇന്നത്തോടുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദു ആ സിയുടെ സ്വന്തമാകാൻ പോവാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞല്ലോ, നീ വിഷമിക്കൊന്നും വേണ്ട. കുറച്ചാൾ കഴിയുമ്പം അനാമികയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നതിന് ശേഷം നിനക്ക് നല്ലൊരു ആലോചന ഞങ്ങൾ കൊണ്ടുവരാം. നീ ആ വിവാഹത്തിന് സമ്മതിക്കണം. അപ്പോഴേക്കും അനി പറഞ്ഞു, വേണ്ട മുത്തശ്ശ, എനിക്ക് ഇപ്പൊ വിവാഹമൊന്നും വേണ്ട. ഞാനിപ്പോ വിവാഹത്തെക്കുറിച്ച് പോലും ഇനി ചിന്തിക്കുന്നില്ല. മുത്തശ്ശി പറഞ്ഞു, എടാ മോനെ, നിനക്കറിയാവോ, ഞങ്ങൾ പോലും വിവാഹ നിശ്ചയത്തിന് പോയിട്ടില്ല. മുത്തശ്ശൻ പറഞ്ഞു, അതെ, ഞങ്ങൾക്കത് കാണാനൊട്ടും താല്പര്യമില്ലാത്തതുകൊണ്ടാ. കാരണം നീയും നന്ദുവും കൂടെ ഒന്നിക്കുന്ന കാണാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അങ്ങനെ ഒരു സാഹചര്യത്തിലല്ലേ ഇങ്ങനൊരു ശരിക്കും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നേ. അപ്പൊ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല. പക്ഷെ കല്യാണത്തിന് പോകാതിരിക്കാൻ പറ്റില്ല. ഇപ്പം നിശ്ചയത്തിന് പോകാത്തതിന്റെ പേരില് കനയ്ക്കും ഗോവനും ഒക്കെ ഞങ്ങളോട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ കല്യാണത്തിന് നീയും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. അപ്പോഴേക്കും അനിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. മുത്തശ്ശി പറഞ്ഞു, നീ വിഷമിക്കണ്ട മോനെ, നീ എന്തിനാ സങ്കടപ്പെടുന്നേ? അല്ലെങ്കിലും നീയും നന്ദു ഒന്നിക്കേണ്ടവരാണ് ഒന്നിച്ചേനം. മുത്തശ്ശൻ പറഞ്ഞു, അതെ, അങ്ങനെ ഒരു ദൈവ നിയോഗം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചേനം. പക്ഷെ അങ്ങനെ ഒരു നിയോഗം ഇല്ലെന്ന് തോന്നേ. അങ്ങനെ ഒരു നിയോഗം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ശക്തിക്ക് നിങ്ങളെ വേർപ്പെടുത്താനായിട്ട് സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് നീ വിഷമിക്കണ്ട. അല്ലെങ്കിലും ഈ പറയുന്ന ആദർശം നയനയും പോലും ഒടുവിൽ നിങ്ങളെ രണ്ടുപേരും ഒന്നിപ്പിക്കാണ്ട് മുന്നിട്ടിറങ്ങിയതല്ലേ. നിന്റെ അമ്മയ്ക്കാണെങ്കിൽ ഇപ്പോഴും സമ്മതമല്ല. നിന്റെ അമ്മ പോലും നിശ്ചയത്തിന് പോയിട്ടില്ല. പക്ഷെ ആരൊക്കെ സംഭവിച്ചില്ലെന്ന് പറഞ്ഞാലും കനകയുടെ ഗോന്തന്റെ സമ്മതം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങള് നിന്റെ നന്ദുവിന്റെ വിവാഹം നടത്തിയാനും. പക്ഷെ അതില്ലല്ലോ. അവരെ ധിക്കരിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീ വിഷമിക്കണ്ട മോനെ. ഇനിയിപ്പം സംഭവിക്കാനുള്ളതെന്ന് എന്താണെന്ന് വെച്ചാൽ സംഭവിക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദുവിനെ നീ നിന്റെ ഒരു നല്ല സുഹൃത്തായിട്ട് വേണം കാണാനായിട്ട്. അതിൽ കവിഞ്ഞൊന്നും ആവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുന്നുണ്ട്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അനി ഒന്നും മിണ്ടിയില്ല. അനി ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുക. പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങിയപ്പോൾ മുത്തശ്ശി ചോദിച്ചു, അല്ല മോന് ചായ എന്തെങ്കിലും കൊണ്ടുവരണോ? വേണ്ട മുത്തശ്ശി, എനിക്കൊന്നും വേണ്ടാന്ന് പറയണ. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, എന്നാ ബാ വസുന്ധരയെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ കൂട്ടി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അതേസമയം വിവാഹ നിശ്ചയത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. കനകയും ഗോവിന്ദനും നവ്യയും നയനയും കൂടെ നിൽക്കുകയാണ്. കനക പറഞ്ഞു, ഓ, ഈ നിശ്ചയം ഒന്ന് കഴിഞ്ഞു കിട്ടിയാലും ഒരു സമാധാനം ആവുള്ളൂ. ഇനിയിപ്പോ എന്തേലും ഇതിന് മുടക്കം വരുമോ എന്ന് വിചാരിച്ച ഞാൻ അയലൊക്കത്തുള്ളവരെ പോലും വിളിച്ചിട്ടില്ല. അതേ സമയത്താണ് പുറത്ത് കാറ് വന്ന് നിൽക്കുന്ന അനന്തപുരിക്കാരുടെ എല്ലാരും വന്നെന്ന് തോന്നുന്നല്ലോ എന്ന് പറയണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ ആദർശും ദേവേനെ അവരൊക്കെ കാറിൽ നിറങ്ങണം. പക്ഷെ മുത്തശ്ശിയെ മാത്രം കാണുന്നില്ല. എന്താ മൂർത്തി സാറും മുത്തശ്ശിയൊന്നും ആ കൂടെ ഇല്ലെന്ന് ചോദിക്കണം വസന്തരാമയൊന്നും. അപ്പോഴേക്കും നവ്യ പറഞ്ഞു, ഇല്ലല്ലോ, മിക്കവാറും അവർക്ക് ഈ ചടങ്ങ് കാണാനായിട്ട് താല്പര്യം കാണത്തില്ല. നന്ദുവിന് വേണ്ടി അനിയൊന്ന് ആലോചിച്ചല്ലേ, അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവര് വരാത്തേന്ന് പറഞ്ഞു. പെട്ടെന്ന് കനകയുടെയും ഗോവിന്ദിന്റെ ഒക്കെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ഇതേ സമയത്ത് ആദർശും ദേവേനയും അവരെല്ലാരും കൂടെ അകത്തേക്ക് കയറി വരുവാണ്. അങ്ങനെ അവരെല്ലാരും കൂടെ കയറി വന്നു കഴിഞ്ഞപ്പോ കനക ചോദിച്ചു, അല്ല എന്തിയെ മൂർത്തി സാറും മുത്തശ്ശിയൊക്കെ എന്തിയെ, ജാനകി എന്തിയെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും അജയൻ പറഞ്ഞു, ജാനകിയുടെ കാര്യം അറിയാലോ, ജാനകി വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം, അച്ഛനും അമ്മയ്ക്കും ഇതിന് താല്പര്യമില്ലാന്ന് തോന്നുന്നു വരാനായിട്ട്, അവര് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കനക പറഞ്ഞു, ഒരു പക്ഷേ ഇവിടെ വന്ന് വിവാഹം ആലോചിച്ചല്ലേ, ഞങ്ങൾ സമ്മതിക്കാത്തതിന്റെ ബുദ്ധിമുട്ട് കാണുമായിരിക്കും അല്ലേന്ന് ചോദിക്കണം. അതിനാരും മറുപടി ഒന്നും പറഞ്ഞില്ല. ഗോവിന്ദൻ പറഞ്ഞു, ബാ അകത്തേക്ക് കയറുക, അകത്തിരുന്ന് സംസാരിക്കാന്ന് പറയണം. അങ്ങനെ അവരെല്ലാരും കൂടെ അകത്തേക്ക് കയറി. അപ്പോഴേക്കും കനക പറഞ്ഞു, ഞാൻ കുടിക്കാൻ എന്തേലും എടുക്കാം. അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ, ഇപ്പോഴേക്കും ചെറുക്കന് കൂട്ടരൊക്കെ എത്തൂലെന്ന് ദേവേനെ ചോദിച്ചു. പിന്നെ അന്നും പറഞ്ഞോണ്ട് ഞാൻ പോയി എടുത്തോണ്ട് വരാന്ന് പറഞ്ഞിട്ട് കനക അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി. അജയൻ ഗോവിന്ദനോട് ചോദിച്ചു, അല്ല നന്ദുവിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആ സമയത്ത് ഇടയ്ക്ക് കയറി ജലജ പറഞ്ഞു, ഇനിയിപ്പം പ്രശ്നം ഉണ്ടാക്കുന്നവൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലല്ലോ അനി,
ഉം, അനി വരാത്തോണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും ശരി, ഉം, ഈ പറയുന്ന അനിയും നന്ദുവും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നല്ലോ. ഇനി വിവാഹം കഴിഞ്ഞാലും അനിയുടെ മനസ്സിൽ നന്ദു പോകുന്നു തോന്നില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നത്തിലോ ചെന്ന് കലാശിക്കുള്ളൂ. അജയൻ ചോദിച്ചു, നീ എന്തൊക്കെയാ ജലജയെ പോലമ്പെന്ന് ചോദിക്കുക. ഞാൻ സത്യമായിട്ടുള്ള ഒരു കാര്യമല്ലേ പറഞ്ഞത്. കല്യാണ ശേഷം നന്ദുവിന്റെ പിന്നാലെ അനി നടക്കാതിരുന്നാ മതി. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബജീവിതം തകർന്നു പോകും. ജയൻ പറഞ്ഞു, ദേ ജലജ, ഒരു കാര്യം പറഞ്ഞ ആ സ്ഥാനത്തും അസ്ഥാനത്തുള്ള നിന്റെ ഈ പറച്ചിലുണ്ടല്ലോ അതങ്ങോട്ട് നിർത്തിയാക്കണം. ഇപ്പൊ ഞാൻ പറയുന്നതിനാ കുഴപ്പം. ഈ സമയം ദേവേന് പറഞ്ഞു, നന്ദു നല്ല കുട്ടിയാ. നയനെ പോലെ തന്നെ നല്ല പെൺകുട്ടിയാണ് അവള്. കല്യാണത്തിന് ശേഷം അവൾക്ക് എങ്ങനെ പെരുമാറണമെന്ന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല. ഗോവിന്ദൻ പറഞ്ഞു, അതാ ഞങ്ങളുടെ ഒരു ആശ്വാസം. അങ്ങനെയൊക്കെ സംഭവിക്കും തന്നെ ഞങ്ങളും വിചാരിച്ചുകൊണ്ടിരിക്കണേ. അപ്പോഴേക്കും ഗോവിന്ദൻ ചോദിച്ചു, അല്ല ചന്തുമോളെ കൊണ്ടുവന്നില്ലെന്ന് ചോദിക്കാം. ജലജ പറഞ്ഞു, എങ്ങനെ കൊണ്ടുവരാനായിട്ടാ? കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെ പിന്നെ ചോദ്യം ഉണ്ടാകത്തില്ലേ ഇത് ആരുടെ കുട്ടിയാന്ന്. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, എന്റെ കുട്ടിയാന്ന് ഞാൻ പറയും. ഹോ, നിന്റെ കുട്ടിയാന്ന് പറയും. പക്ഷേ എങ്കില് അതിന് പിന്നില് 100 ചോദ്യങ്ങളുണ്ടാവും. അത് നീ വിചാരിച്ചില്ലേ? അതുകൊണ്ട് കൊണ്ടുവരാതിരിക്കുന്നതായിരിക്കും നല്ലത്. ജയൻ പറഞ്ഞു, ഇപ്പൊ നിശ്ചയത്തിന് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ കല്യാണത്തിന് കൊണ്ടുവരും. ഗോവിന്ദനോട് പറഞ്ഞു, അവളുടെ മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ അരികിലുണ്ട്. കല്യാണത്തിന് ഞങ്ങൾ കൊണ്ടുവരാന്ന് പറയാം. പിന്നെ ഇതിന് അതിന്റെ ഒരു കുറവുള്ളൂ എന്ന് ജലജ പറഞ്ഞു. ജലജയ്ക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ദേവേന് പറഞ്ഞു, നിനക്ക് എന്തിന്റെ കേടാ ജലജ? നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്തേലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് അടിക്കാനായിട്ട്. ഓ, ഞാൻ ഇനിയിപ്പോ ഒന്നും മിണ്ടുന്നില്ലേ? ഞാൻ ഇനിയിപ്പോ എന്തേലും മിണ്ടിയിട്ടാവണം എന്തേലും പ്രശ്നം ഉണ്ടാവാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ മുഖം വീർപ്പിച്ച് അവിടെ അങ്ങ് നിൽക്കുകയാണ്. പിന്നെ ജലജ ഒന്നും മിണ്ടിയില്ല. ഇതേ സമയം അനി അനന്തപുരി വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കാണ് നവീന്റെ കോള് വരുന്നത്. നവീൻ വിളിച്ചിട്ട് ചോദിച്ചു, ആഹാ എടാ, നീ കല്യാണ നിശ്ചയത്തിന് പോയില്ലേ? ഇല്ല. അതെന്താടാ നീ പോവാത്തെ? നിന്റെ ഏറ്റവും അടുത്ത ബന്ധു കൂടിയല്ലേ. എന്നിട്ട് നീ പോവാതിരുന്ന എങ്ങനെയാ ശരിയാന്നേ? അത് പിന്നെ എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. എന്ത് തിരക്ക്? പിന്നെ ഇന്നത്തെ ദിവസമാണ് ഇവിടെ തിരക്ക്. അല്ല, നീ പോകുന്നില്ലേന്ന് നവീനോട് ചോദിച്ചു. പോണം, നീയും കൂടെ ഉണ്ടായിരുന്ന ഒരു ഓളം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിന്നെ ഞാൻ വിളിച്ചത്. ഞാൻ വരുന്നില്ലടാ. എന്താടാ നിന്റെ സ്വരത്തില് എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. എന്തേലും കുഴപ്പമുണ്ടോ? എന്തേലും പ്രശ്നമുണ്ടോ? ഇല്ലടാ, നീ പോയിട്ട് പോരെ എന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ, എങ്കിൽ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നവീൻ കോള് കട്ട് ചെയ്തു. എന്തോ നവീനും കൂടെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അനിക്ക് നല്ല വിഷമമായി. നഷ്ടപ്പെട്ടു പോകുന്ന പോലൊരു ചിന്ത അനിയുടെ മനസ്സിലുണ്ടായി. ഈ സമയം കനക എല്ലാവർക്കും കുടിക്കാൻ ജ്യൂസൊക്കെ കൊണ്ട് കൊടുത്തു. അപ്പോഴേക്കും അജയൻ പറഞ്ഞു, അതെ, കനകയോടും ഗോവിന്ദനുമായിട്ട് ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. നന്ദുവിന്റെ വിവാഹ നിശ്ചയമൊക്കെ നിങ്ങള് കാര്യമായിട്ട് നടത്തില്ലോ എന്ന് പറയണം. അപ്പോഴേക്കും കനക പറഞ്ഞു, അതെ, അത് ഞങ്ങൾ നല്ല ഗംഭീരമായിട്ട് നടത്താൻ തന്നെ തീരുമാനിച്ചിരുന്നേ. അപ്പോഴേക്കും ജയൻ പറഞ്ഞു, അതുകൊണ്ട് ഞാനും ദേവേനും ചേർന്ന് ഒരു തീരുമാനം എടുത്തു. നിശ്ചയം നിങ്ങൾ ഗംഭീരമായിട്ട് നടത്തിക്കോ, പക്ഷെ കല്യാണം ഞങ്ങളായിരിക്കും നടത്തുന്നേ. നിങ്ങളോ? അയ്യോ, അതൊന്നും വേണ്ട എന്ന് പറയണ. അത് പറഞ്ഞാൽ പറ്റില്ല. കാരണം നന്ദു കാരണോ കോടതിയിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിച്ചേ. ഞങ്ങൾ കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞേ. കാരണം നന്ദു കുറെ തെളിവുകളൊക്കെ കൊണ്ടുവന്നായിരുന്നല്ലോ. അപ്പൊ അതിന് പകരമായിട്ട് ഞങ്ങൾക്കും എന്തെങ്കിലും ചെയ്യണ്ടേ? അജയൻ പറഞ്ഞു, ഞങ്ങളെ നന്ദുവിനെ മകളെ പോലെയാ കരുതുന്നേ. അല്ല, ഒരു പക്ഷേങ്കില് നിങ്ങൾക്ക് താല്പര്യമായിരുന്നെങ്കിൽ നന്ദുവിനെ അനിയുടെ വിവാഹം ഞങ്ങൾ നടത്തിയേനെ. അതുകൊണ്ടാണല്ലോ അച്ഛനും അമ്മയും കൂടെ ഇങ്ങനെ വിവാഹം ആലോചിച്ച് ഇങ്ങോട്ടേക്ക് വന്നേ. ഗോവിന്ദൻ പറഞ്ഞു, അത് പിന്നെ ആരൊക്കെ സമ്മതിച്ചാലും ജാനകിക്ക് താല്പര്യമില്ലോ. അതുകൊണ്ടാണല്ലോ ജാനകി നിശ്ചയത്തിന് പോലും പങ്കെടുക്കാത്തെ. കനക പറഞ്ഞു, അതെ, ജാനകിയുടെ താല്പര്യമില്ലാതെ ഞങ്ങൾക്ക് ഒരിക്കലും ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ആദർശ് പറഞ്ഞു, അത് ശരിയാ. അമ്മമാരുടെ ഇഷ്ടമില്ലാതെ ഒരു കാരണവശാലും കല്യാണം നടത്താൻ പാടില്ല. അതിന് എന്തേലും ആയിക്കോട്ടെ. നിശ്ചയമൊക്കെ നടത്തി, പക്ഷെ കല്യാണം ഞങ്ങൾ അതിഗംഭീരമായിട്ട് ഞങ്ങൾ തന്നെ നടത്താൻ തീരുമാനിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേനും ഗോവിന്ദനും കനയ്ക്കും ഭയങ്കര സന്തോഷമായി. കാരണം എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് മുന്നിട്ടിറങ്ങി അവർ ചെയ്യുമല്ലോ. അപ്പോഴേക്കും അവിടെ ഒരു കാർ വന്ന് നിൽക്കുന്നേ. നവി പറഞ്ഞു, അതെ, നവീനാണല്ലോ വന്നേക്കെന്ന് പറയണ. എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട് നവീനെ നോക്കുകയാണ്. നവീൻ വന്നോട്ട് ചോദിച്ചു, അല്ല ഞാൻ താമസിച്ചു പോയോ? നിശ്ചയത്തിനുള്ള സമയമായോ എന്ന് ചോദിക്കുവാണ്. അവരൊന്നും എത്തിയിട്ടൊന്നുമില്ല, അതിനുള്ള സമയമായിട്ടില്ലെന്ന് ഗോവിന്ദൻ പറഞ്ഞു. മോൻ ഇരിക്കാനൊക്കെ പറയണം. അങ്ങനെ നവീൻ ഇരുന്ന് കഴിഞ്ഞപ്പോ ജയൻ പറഞ്ഞു, ദേവേനിയൊക്കെ ചേർന്ന് ഒരു വലിയൊരു പാട്ട് തരാൻ തന്നെ ഇരിക്കും കേട്ടോ നവീന്. അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന്. പിന്നെ ആവശ്യം ഇല്ലയുണ്ടോ അതൊക്കെ ഞങ്ങളല്ലേ തീരുമാനിക്കുന്നേ. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, മുത്തശ്ശനും മുത്തശ്ശിക്ക് അങ്ങോട്ടേക്ക് വരാനായിട്ട് ഇരിക്കുമായിരുന്നു. അത് വന്നോട്ടെ. അല്ല, അവരൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്നൊരു കാര്യല്ലേ നവീന്റെ വിവാഹം. അനിയുടെ പ്രായമല്ലേ. അപ്പൊ പിന്നെ നവീനും വേണ്ട ഒരു ജീവിതമൊക്കെ. അതിനകത്തൊന്നും വലിയ കഥയൊന്നും ഇല്ലെന്നേ
അപ്പോഴേക്കും ദേവേന് പറഞ്ഞു, നിനക്ക് വേണ്ടി ഞങ്ങൾ നല്ലൊരു പെങ്കൊച്ചിനെ ആലോചിച്ച് കണ്ടെത്തി തരും. അപ്പോഴേക്കും നവീൻ ഒന്ന് ചിരിച്ചു. നവീൻ ചോദിച്ചു, അല്ല എന്തിയേ, കല്യാണപ്പെണ്ണെ കണ്ടില്ലല്ലോ, കല്യാണപ്പെണ്ണ് എന്തിയെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് നന്ദു അകത്ത് റെഡിയായിട്ട് പോലും ഇല്ല, സാരി പോലും ഉടുത്തിട്ടില്ല. നന്ദു ഒരേ ഇരിപ്പിരിക്കുകയാണ്. അപ്പോഴേക്കാണ് നന്ദുവിന്റെ ഫോണിനകത്ത് ആ ഒരു വീഡിയോ നന്ദു കാണുന്നത്. നന്ദു ഒരു നിമിഷം ആ ഫോണിനകത്തേക്ക് തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നന്ദുവിന്റെ മനസ്സിലേക്ക് പല പല ചിന്തകളൊക്കെ വന്നു. കാരണം നന്ദുവിന് അവനുമായിട്ട് CI ആയിട്ടുള്ള വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ തെളിവാണ് നന്ദുവിന്റെ ഒടുവിൽ ഫോണിലേക്ക് കിട്ടുന്നത്. ആ തെളിവ് കണ്ടു കഴിഞ്ഞപ്പോൾ നന്ദുവിന് ഭയങ്കര സന്തോഷമായി. നന്ദു ഒരു നിമിഷം ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി വിശേഷം തന്നെയായിരിക്കും. ഒടുവിൽ നന്ദുവിന്റെ അനിയുടെ വിവാഹ നിശ്ചയമൊക്കെ മുടങ്ങുന്നത്. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.